കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഒരു ചിന്ന ലൈൻ ഐ വാസ് ബ്ലോൺ അവേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വൈറൽ മലു മീഡിയ. ഇപ്പം ഞാനുള്ളത് പ്രകമ്പനം എന്ന മൂവീൻ്റെ പോസ്റ്റർ ലോഞ്ച് ആൻഡ് അതിൻ്റെ പ്രസ് മീറ്റും കൂടി വന്ന കേട്ടോ. സോ അതിൻ്റെ എൻറ്റയർ ടീമോടെ ഉണ്ട്. സോ വി ആർ ഗോണ ഹാവ് എ ക്വിക്ക് ഷോർട്ട് സെഷൻ വിത്ത് ടീം. അപ്പം നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ബെല്ലിൽ കൂടി മറക്കാണ്ട് ക്ലിക്ക്. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. ബിഹൈൻഡ് ദ സീൻസ് നമുക്ക് ആ ഒരു സൗണ്ട് മിസ്റ്ററി എല്ലാം കലാഭവൻ നവാസ് ഈ സമയത്ത് നമ്മളൊന്ന് ഓർക്കുകയാണ്. നമ്മുടെ ഷൂട്ടിങ്ങിടയ്ക്കാണ് അദ്ദേഹത്തിന് സംഭവിച്ചതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. സോ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ the actors സാഗർ, ഗണപതി, അമീൻ, ശീതൾ, ഗായത്രി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. And our editor is there, and Albi, DOP is there, and especially Vijesh, the captain. And a special and huge thanks to Karthik Subbaraj, the main guy. We are welcoming Karthik the stage. I think first the team should talk, first the director should talk. But anyway, like from Stonebench, I think this is our third Malayalam bench. இப்போ கணபதியோட நான் வேற ஒரு படத்துக்காக நான் பேசிகிட்டு இருந்தேன். அப்போ பேசும்போது இவரோட ஃப்ரெண்டு ஒருத்தர் வந்து லுக்கிங் ஏதோ ஒரு இன்வெஸ்ட்மெண்ட் ஒரு கேப் இருக்குது அப்படின்னு சொல்லி எனக்கு ஒரு வாட்ஸ்அப்பில் ஒரு நார்மல் மெசேஜ் வந்துச்சு. சும்மா யாராவது இப்படி ஏமாற்றுவாங்க அப்படின்னு சொல்லிட்டு, கணபதி தான் நமக்கு தெரியுமே அப்படின்னு சொல்லிட்டு, கணபதி இந்த மாதிரி மெசேஜ் வந்திருக்கு, ஏதாவது இருக்கா அப்படின்னே எனக்குமே தெரில, நான் ஸ்ரீஜித்தை கேட்டுட்டு சொல்கிறேன் அப்படின்னாங்க. தட்ஸ் ஹவ் மீ அண்ட் ஸ்ரீஜித் வேர். எனக்கு வந்து ஒரு அந்த படத்தில் ஒரே ஒரு சின்ன லைன் தான், ஐ வாஸ் ப்ளோன் அவே. அந்த லைனை கேட்டு யாரா அவங்களாம் எப்படி யோசிக்கிறாங்க, நம்மலாம் என்ன பண்ணிட்டு இருக்கோம் உட்கார்ந்துன்னு சொல்லிட்டு அந்த ஒரு லைன்லேயே வி வர் சோல்ட் அண்ட் வி வாண்ட் டு பி അസോസിയേറ്റഡ്. പ്രൊഡ്യൂസേഴ്സ് എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിക്കുള്ള നല്ലൊരു സപ്പോർട്ടാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പേരെടുത്ത് പറയേണ്ടതില്ല, എല്ലാവരുടെയും ജോലി അവരൊരു വൃത്തിയായിട്ട് ചെയ്തു, അതിൻ്റെ നല്ല റിസൾട്ട് കാണാൻ കഴിഞ്ഞു. പ്രകമ്പനം തീർച്ചയായിട്ടും നിങ്ങളെ പ്രകമ്പനം കൊള്ളിക്കും, അത് ഒരു വിശ്വാസമുണ്ട് എനിക്ക്. എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ അതിൻ്റെ സന്തോഷം. എന്തായാലും ഈ ഒരു നല്ല വേളയിൽ ഇങ്ങനൊരു ഇവരോട് കൈകോർക്കലൊക്കെ ആയിട്ട് ഇനിയും നല്ല നല്ല പ്രോജക്റ്റ്, ഇതുപോലെ പ്രകമ്പനം പോലുള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. கார்த்திக் சார் சொன்ன மாதிரி நாம பேசக்கூடாது, படம் பேசணும், படம் பேசட்டும். Thank you so much. എല്ലാവരും പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയിൽ വരയ്ക്കാൻ പറ്റിയതിന്. കാരണം ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നവരസ പ്രൊഡക്ഷനിലുള്ള പ്രകമ്പനം പടത്തിലാണ് ഭയങ്കര സന്തോഷമായിട്ട് വരയ്ക്കാൻ പറ്റിയത്. നമുക്ക് എല്ലാ സിനിമകളും അങ്ങനെ കിട്ടണമെന്നില്ല. എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഓരോ മിനിറ്റും അത്രയ്ക്കത്രയും ഓർമ്മകൾ ആ സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതേ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കിട്ടുന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കാർത്തിക് സുബ്ബരാജ്, സ്റ്റോൺ പഞ്ചൊക്കെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത്. ചുമ്മാ വെറുതെ ഇൻവോൾവ് ആവില്ലല്ലോ. അപ്പം അത് നമുക്ക് തന്ന വലിയൊരു ധൈര്യമാണ് ഈ സിനിമയ്ക്ക്. ഭയങ്കര സന്തോഷം കാർത്തിക് സാർ, എല്ലാവർക്കും, ശ്രീധേട്ടനും സുധീഷ് ഏട്ടനും. ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞതിന് ഒരുപാട് ലേഖാവും. എന്തായാലും സിനിമ നല്ല രീതിയിൽ നിങ്ങൾ തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് വിശ്വാസം. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്. താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു സോ മച്ച്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ട്രോൾ വരുന്നതാണ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇനി ഹൗ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ്. കാർത്തിക് സാറിൻ്റെ കൂടെയും ശ്രീജാൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെയും വിജയൻ്റെ കൂടെ എല്ലാം കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ്. ഒരു ബാക്ക് ടു കോളേജ് ലൈഫിലേക്ക് വന്ന പോലത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അമീൻ ആയിക്കോട്ടെ, സാഗർ ആയിക്കോട്ടെ, ഗണ ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് വേറൊന്നും പറയാനില്ല. Thank you so much, Sheetal. So നമ്മൾ കുറെ നേരമായിട്ട് കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് പോവാം. ലെറ്റ്സ് ഹാവ് ദ മോഷൻ പോസ്റ്റർ. പ്രകമ്പനത്തിൽ എന്താ ഗണപതിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാനറിയില്ല. പക്ഷേ ഇതൊരു ഹൈലി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ത്രൂ ഔട്ട് ഫൺ ആൻഡ് ലൈക്ക് ഈ പറയുന്ന പോലെ ചെറിയ ഹൊറർ എലമെൻറ്റും പരിപാടിയായിട്ട് ഇതിൻ്റെ ഒരു വൺ ലൈൻ ഇപ്പോൾ പറഞ്ഞ പോലെ കാർത്തിക് ആണ് പറഞ്ഞ പോലെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെയാണ് നമ്മളും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത് ഈ സിനിമയിൽ.
അപ്പോൾ ആ ഒരു എലമെന്റിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നതും ഈ പടത്തിന്റെ ഫുൾ ഔട്ട് ആൻഡ് ഫൺ വരുന്ന പരിപാടിയും. അപ്പം കുറെ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഫുള്ളി ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. സാഗർ റോ ആയിട്ടുള്ള ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള വേഷങ്ങളിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാഗറിന് ഒരു സോൺ ഉണ്ട്. ഇപ്പം തട്ടിമുട്ടിയിൽ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വൺ ലൈനേഴ്സും കൗണ്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അപ്പൊ ആ സൈഡ് കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന, അതായത് വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു സാഗറിനായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. എന്നെ മാത്രമല്ല, ഇതിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇത് ഫുള്ള് എല്ലാവരും അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും, വിജയ് ശേഖരനായിട്ടാണെങ്കിലും, ഗണു ആണെങ്കിലും, അമീനാണെങ്കിലും, ശീതളാണെങ്കിലും, അപ്പം അങ്ങനെ ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷൻസ്, ഓരോ ഡയലോഗ്സ് വരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. എന്തായാലും ആ ഒരു ഫണ്ണായിട്ടാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്ന ഓരോ സീക്വൻസും. അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കി നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി ആ പടം ഇറങ്ങുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു റൈറ്റ്. വിജയശ്രീ പടത്തിന്റെ ഒരു സാർ കാർത്തിക് സാർ ജസ്റ്റ് ഒന്ന് സാർ ഇപ്പോൾ സിനിമ சும்மா கிம்மிங்ஸ் மட்டும் இல்லாத அதுக்குள்ள ஒரு ஸ்டோரி இருக்கணும், அதுக்குள்ள ஒரு சோல் இருக்கணும், அதுக்குள்ள சொசைட்டிக்கு கொடுக்கறதுக்கு ஏதாவது ஒரு மெசேஜ் இருக்கணும். மாரி செல்வராஜ் படங்கள் அந்த மாதிரி தான் இருக்கு. இங்குள்ள படமும் ரொம்ப நல்லா இருக்கு. அந்த ஆடியன்ஸ் தியேட்டர்ல பார்க்கும்போது எழுந்து விசில் அடிக்கிறதா அந்த மாதிரி ஒரு ஃபீலிங் இருக்கு. അപ്പോൾ ഉങ്ങളോட പെർസ്പെക്റ്റീവില് സിനിമ എപ്പോഴും ഇരിക്കണോ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അബൌട്ട് നോട്ട് അബൌട്ട് കളർ ആൻഡ് ഗിമിക്സ്, വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ് ഇൻ സിനിമ? For me personally, I mean, I can't generalize anything. For me personally, cinema is like technically telling a story which moved me and then trying to make audience also to get moved with the story. And that story can be anything. It can be a story with a social message or without social message. It can be as entertaining, like it can be just entertaining. So cinema, you can't define role and tell this is how you should do cinema and all that, because and it's very personal to every filmmaker how they see cinema. For me personally, like I have some stories to tell, and I'm using good technicalities and technicians and actors to tell that story, and hopefully convey the same way I perceive the story to the audience also. So നമ്മുടെ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ എല്ലാ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, എവരിവൺ, we can have a photo together on the stage. തിയേറ്ററുകളിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു അടിപൊളി സിനിമയാവട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ പ്രസ് മീറ്റ് ആൻഡ് മോഷൻ പോസ്റ്റർ ലോഞ്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. Thank you so much for watching this video, and ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറൈറ്റ്, ബൈ ബൈ.